ചൂടുവെള്ളം. ഈ ഒരു കപ്പിന് ഒരു കപ്പ് ചൂടുവെള്ളം രാവിലെ കുടിക്കും. ചൂടുവെള്ളം എന്ന് വെച്ചാൽ ഇളം ചൂടുവെള്ളം കേട്ടോ. ഇത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത എക്സസൈസ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഈ വെള്ളം ഒന്ന് കുടിക്കട്ടെ. ഞാനത് കുറച്ച് തേൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് തേൻ ചേർക്കാനെ കൊണ്ട് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ചേർത്തെന്നുള്ളൂ. ചില ദിവസങ്ങളിൽ ചേർക്കും, ചില ദിവസങ്ങളിൽ ചേർക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇരുന്നതുകൊണ്ട് ഒരു സ്പൂൺ തേൻ ഒഴിച്ചത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് കുടിക്കട്ടെ. കുടിച്ച് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാൻ പോകും. ആദ്യമൊക്കെ വെറും വയറ്റിലിങ്ങനെ വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരുമാതിരി ഛർദ്ദിക്കാൻ വരുന്ന മാതിരി ഒരുമാതിരിയൊക്കെ തോന്നുമായിരുന്നു. പിന്നെ അതങ്ങ് ശീലമായി കഴിഞ്ഞപ്പം കുഴപ്പമില്ല. പക്ഷേങ്കിൽ എഴുന്നേറ്റോടും ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞാനിത് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്കാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടറെ പിന്നെയും കാണാൻ നിന്നപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത്, ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അത്ര തമാശയായിട്ട് കാണരുത്, അത് കിഡ്നിക്ക് എഫക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. അന്നേരമാണ് വെള്ളം കുടിക്കണം, ഇങ്ങനെ നന്നായിട്ട് വെള്ളം കുടിച്ച് ഇത് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷമായി കേട്ടോ, അന്ന് മുതൽ തുടങ്ങിയ വെള്ളം കുടിക്കാൻ ശീലിക്കാൻ തുടങ്ങിയതാണ്. രാവിലെ എണ്ണീറ്റാൽ ഉടനെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം. ഞാനും ഇത് തന്നെ, അച്ഛൻ ഇതുപോലെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒരു കപ്പ് വെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അച്ഛൻ എന്തായാലും വെള്ളം ചൂടാക്കി വെച്ചിരുന്നു. അച്ഛൻ വെള്ളം ചൂടാക്കി വെച്ച് അച്ഛൻ വെള്ളം കുടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ആദ്യം എണ്ണീക്കുന്ന അച്ഛൻ എണ്ണീറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എണ്ണീക്കുന്നത്. അച്ഛൻ വെള്ളം ചൂടാക്കി കുടിക്കായിരുന്നു. അപ്പോഴത്തേനും ഞാനും വന്നു. പക്ഷേങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്, വെള്ളം കുടിക്കാനെ കൊണ്ട് ശീലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നം ഒരു 70-80% നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ട് ഇല്ലാതെ പോകാൻ പറ്റും. നമ്മുടെ ഡൈജഷൻ ആയാലും എല്ലാ കാര്യത്തിനും വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് കുടിച്ച് തീർക്കട്ടെ. ഇതില്ലേ എടുത്ത വെള്ളം മുഴുവനും ഞാൻ കുടിച്ചു. ഇതിൽ കൂടുതൽ കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതിൽ കൂടുതൽ കുടിച്ചാലും നല്ലതാണ്. പക്ഷേ എൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് രാവിലെ ഈ ഒരു കപ്പ് വെള്ളമാണ്. അപ്പോൾ ഈ ഒരു കപ്പ്, ഇതുപോലൊരു കപ്പാണ് അച്ഛൻ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കണക്ക് ഈ ഒരു കപ്പാണ്. ഇതേപോലത്തെ 2 കപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഇതേപോലെ 1 കപ്പ് വെള്ളം കുടിക്കും. അപ്പോൾ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോയാലോ? അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോകാം. ആക്ച്വലി ഞാൻ എൻ്റെ ബെഡ്റൂമിൽ തന്നെ എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി എന്നും രാവിലെ ഞാനും എൻ്റെ അച്ഛനും കൂടാണ് ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ റൂമിൽ ആണ് എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്ന് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു മിററുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛൻ എൻ്റെ ബാക്കിൽ നിന്നിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേങ്കിൽ അച്ഛയ്ക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് പനിയുടെ ഒരു അസ്വസ്ഥതയുണ്ട്. ആൾ കുറച്ചൊരു എക്സസൈസ് ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ ചെയ്താൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു പനിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് വയ്യ കേട്ടോ, ഇന്നെനിക്ക് ബോഡി പെയിൻ ആണേ, എനിക്കിന്ന് ബോഡി പെയിൻ ഉള്ളപ്പം എക്സസൈസ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് ഇന്നൊരു ദിവസം കൂടെ കഴിയിട്ട്, ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാം, എനിക്ക് പനി പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് അച്ഛയ്ക്ക് ഇന്നൊരു ദിവസം കൂടെ ഞാൻ റെസ്റ്റ് കൊടുത്തേക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇന്ന് എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താലും. അപ്പം ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ കൂടി ഞാൻ എൻ്റെ ഫുള്ള് ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഞാനപ്പോൾ ഇതിനകത്ത് തുടക്കവും അവസാനവും ഒക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി ചെയ്ത വീഡിയോ അല്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം.
എക്സസൈസ് കഴിഞ്ഞു. ഇനി ഞാൻ യോഗ ചെയ്യുന്നു. യോഗയിൽ ഞാൻ ഓരോ ദിവസം ഓരോന്നും വെറൈറ്റി ചെയ്യും. ചില ദിവസങ്ങളിൽ ഞാൻ സൂര്യ നമസ്കാരം ചെയ്യും, ചില ദിവസങ്ങളിൽ അല്ലാതുള്ള ഇരുന്നുള്ള എക്സസൈസുകൾ ചെയ്യും. അങ്ങനെ പലതും ഞാൻ ആഡ് ചെയ്യും. ഇന്ന് ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം പാതി കഴിഞ്ഞപ്പോഴത്തേന് ഇത്രയും വിയർത്തു. ഇനി യോഗയിൽ ഞാൻ ഒരു 10-20 മിനിറ്റോളം എക്സസൈസ് ചെയ്യും, പിന്നെ ഒരു 10 മിനിറ്റോളം മെഡിറ്റേഷൻ ചെയ്യും. അതാണ് ഞാൻ യോഗയിൽ ചെയ്യുന്നത്. നമുക്കൊരു 30+ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെച്ചബിൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് നല്ലതാണ്. അതിനകത്ത് നമ്മൾ ഈ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് സ്ട്രെച്ചബിൾ ആവും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് നല്ലതാണ്. നല്ലതെന്ന് പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ ബോണൊക്കെ സ്ട്രോങ് ആവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും. അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഒരു 30+ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നല്ലേ. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്തേ വണ്ണം കുറയാത്തതെന്ന്. എന്തേന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. എന്നാൽ കൂടി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര എക്സസൈസ് ഒക്കെ ചെയ്ത് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് വണ്ണം കുറയണമെന്നൊന്നും ആഗ്രഹമില്ല കേട്ടോ. ഞാൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. എനിക്ക് ശരീരത്തിൽ ഒരുമാതിരി ക്ഷീണവും അതുപോലെ തന്നെ ഒരു മടി പിടിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കണം. ഇതിനെല്ലാം നമുക്ക് എക്സസൈസ് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം പോലും മിസ്സാവാതെ ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യത്തിന് ഞാൻ മുടക്കം വരുത്തത്തില്ല. സൺഡേ മാത്രം ഞാൻ ചെയ്യാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഞങ്ങൾക്ക് രാവിലെ ചർച്ചിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ എണ്ണീറ്റ് കഴിയുമ്പോൾ പിന്നെ എക്സസൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ റെഡിയായിട്ട് ചർച്ചിൽ പോകാൻ കൊണ്ട് ലേറ്റാവും. അതുകൊണ്ട് സൺഡേ ഞാൻ എക്സസൈസ് ചെയ്യാറില്ല. ബാക്കിയുള്ള എല്ലാ ദിവസവും മിസ്സില്ലാതെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ മന്ത്ലി നമ്മുടെ ഒരു പീരീഡ് ടൈമിൽ ഞാൻ 2-3 ദിവസം ഞാൻ ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അതൊരു ഹെവി എക്സസൈസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ ഞാൻ ചെയ്യത്തില്ല. അല്ലാതെ ഞാൻ ഒരു ദിവസം മുടക്കാറില്ല കേട്ടോ. ഞാൻ എന്നും ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ ചില സമയത്ത് അങ്ങനെ വല്ല ഹെവി തലവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുടക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എക്സസൈസ് മുടക്കാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു ബോഡിയാണ് കേട്ടോ. അപ്പം നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാം. ആക്ച്വലി സൂര്യ നമസ്കാരം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ ഉച്ചി മുതൽ നമ്മുടെ ഉള്ളംകാല് വരെ ഈ ഒരു സൂര്യ നമസ്കാരത്തിൽ നമ്മുടെ ബോഡി വർക്കാവും. ഓക്കെ, അപ്പോൾ നമുക്ക് യോഗ ചെയ്യാം. യോഗയിൽ സൂര്യ നമസ്കാരം. ഞാൻ ഈ സൂര്യ നമസ്കാരം ഇതിനകത്ത് ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യ നമസ്കാരം നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടില്ല. അപ്പം താല്പര്യമുള്ളവർ ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന സമയത്ത് സംസാരിക്കത്തില്ല. കണ്ടില്ലേ, ഒരു ദിവസം നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റാൽ
ഞാൻ ചെയ്യുന്ന എക്സസൈസാണ്. എക്സസൈസ് ചെയ്ത് ഇങ്ങനെ വിയർത്ത് കുളിച്ച് മുഖമൊക്കെ കണ്ടില്ലേ, ഫുള്ള് വിയർക്കും കേട്ടോ. ഫുള്ള് വിയർത്ത് കുളിച്ച് ഈ ഒരു അവസ്ഥയിലാവും. ഇനിയിപ്പോൾ ഇങ്ങനെ അടുക്കളയിലോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി ദേഹം ഒന്ന് കഴുകി ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇനി ഫുള്ള് ബിസിയാണ് കേട്ടോ. ഇനി എനിക്ക് സമയമേ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി അടുക്കളയിൽ കയറി എല്ലാവർക്കും പാചകം ചെയ്ത് പല വെറൈറ്റി ഉണ്ടാക്കണം. അടുക്കളയിൽ കയറിയാൽ ഫുള്ള് ബിസിയാണ്. ഇന്ന് പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അപ്പൂസിന് ലീവാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാനിന്ന് മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അപ്പൂസിന് ലീവ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പൂസിനെ നേരത്തെ സ്കൂളിൽ വിടേണ്ടതുകൊണ്ട് എനിക്കിതെല്ലാം ചെയ്യാനുള്ള ടൈം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അപ്പൂസിന് ലീവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ദേഹം കഴുകി ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. അങ്ങനെ തന്നെ പെട്ടെന്നൊരു കുളി കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്ക് കയറിയാലോ. മുടി ഉണക്കാനൊന്നും നിൽക്കാൻ നേരമില്ല. ഓക്കെ, ഇനി അവരെയൊക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇതെന്താടാ? അപ്പൂസ് രാവിലെ സ്കേറ്റിങ്ങിന് പോയതാണ്. ലീവ് ആയതുകൊണ്ട് അവനിന്ന് രാവിലത്തെ സ്കേറ്റിങ്ങിന് പോയി. അവിടെ ആക്ച്വലി രാവിലെയും ക്ലാസ് ഉണ്ട്, വൈകിട്ടും ഉണ്ട്. അപ്പോൾ അപ്പു ഇന്ന് സ്കൂളില്ലാഞ്ഞിട്ട് രാവിലത്തെ സ്കേറ്റിങ്ങൊക്കെ പോയി എക്സസൈസൊക്കെ ചെയ്ത് വിയർത്ത് കുളിച്ച് കൊച്ചു വന്ന് കുത്തിയിരുന്ന് TV കാണോ. ഇനി ഇതിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേക്കാനെ കൊണ്ട് ഞാനും അപ്പൂസും കൂടെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞെങ്കിൽ അപ്പൂസ് ഇതിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേക്കത്തുള്ളൂ. അവൻ വിട്ടിരുന്ന് TV കാണിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദോശയ്ക്ക് മാവ് റെഡി ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ദോശമാവുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ ചുമന്നരി ചോറ് വെക്കാൻ കുക്കറിൽ വെള്ളം അടപ്പി വെച്ചു. ചെറിയ കുക്കറായിരുന്നു വെച്ചേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വീക്ക് ഡേയ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് റൈസ് ചോറ് കഴിക്കുന്ന പറഞ്ഞാൽ ഞാനും അച്ഛയും മാത്രമാണ്. പിന്നെ അപ്പൂസ് ചിലപ്പോൾ ഇച്ചിരി കഴിക്കുക, അത്ര തന്നെ. മൂത്ത മകനാണെങ്കിൽ അവൻ വൈറ്റ് റൈസ്, അത് ഞാൻ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കി കൊടുത്തു വിടുകയാണ് പതിവ്. അതുകൊണ്ട് അവന് അതിന് വേണ്ടുന്ന വൈറ്റ് റൈസ് വെക്കാൻ വേണ്ടി വെള്ളം അടപ്പി വെച്ചു. റെഡ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം രണ്ടൊന്ന് തിളക്കിയിട്ട് അപ്പം അരി അടപ്പി ഇടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കറി എന്തോന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച് അയലക്കകത്തുനിന്നൊരു 2 അയില മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് അയില തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തോരനൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീൻകറിയും തോരനുമാണ് ഉച്ചക്കലത്തെ ലഞ്ചിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശയ്ക്ക് മീൻകറി കൂട്ടി തിന്നുന്നവർക്ക് ദോശ കഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കുടിച്ച് ചമ്മന്തി കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഈ വെള്ളം അടപ്പി വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകിയൊന്ന് ഇട്ട് ഞാൻ കുക്കറൊക്കെ ഒന്ന് അടച്ചോട്ടെ കേട്ടോ. അരി വേവാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ചോറ് വേവിട്ട്, ചോറിന് എപ്പോഴും വായി വരത്തുള്ളൂ കേട്ടോ. അരി വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി വേവിട്ട് ആ നേരത്തെ നമുക്ക് കറി വെക്കാം. ഓക്കെ, ഞാൻ കറി വെക്കാൻ ആൾറെഡി മീൻ കഴുകി ക്ലീൻ ചെയ്തെല്ലാം ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ അങ്ങനെ വെച്ചിരുന്നത് കേട്ടോ. അതുപോലെ ഒരു വെള്ളം കൂടെ ഒന്നുകൂടെ കഴുകാം. ഞാനത് ഇച്ചിരി പച്ച അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ അരയ്ക്കാൻ തേങ്ങയില്ല. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചത് ഇങ്ങനെ ആയി, ചിരട്ട പൊട്ടിപ്പോരുന്നു. വെള്ളം കൊള്ളത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ പൊട്ടി വന്നതുകൊണ്ട് ഇതിനി ചെറുതായിട്ട് അരിഞ്ഞങ്ങ് അരയ്ക്കാം. ഈ തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ജാറിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ടങ്ങ് അരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, തേങ്ങ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇത് ചെയ്തതേ ഉള്ളൂ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി. 1-2 ചെറിയ ചെറിയ പീസ് ഇതിനകത്ത് കിടപ്പുണ്ട്, കണ്ടില്ലേ. ബാക്കിയെല്ലാം നന്നായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് മസാല ചേർക്കാം. ഞാൻ ഈ മസാല വറക്കുന്നതൊന്നുമില്ല, അങ്ങനെ അങ്ങ് ചേർക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് വെച്ചിട്ടില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് എരിവിന് ഞാൻ ഇതിൻ്റെ കൂടി പച്ചമുളക് ഇടും കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, ഇത് ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. അത് പിരിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലം അങ്ങ് ഒഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ചങ്ങ് അരയ്ക്കാം. അപ്പം നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്കിത് മീനിലോട്ട് ചേർത്ത് അടുപ്പിലോട്ടങ്ങ് വെക്കാം. അതിന് തിളയ്ക്കുന്ന നേരത്തിന് അതിൻ്റെ കൂടെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചേർക്കാം കേട്ടോ. എനിക്ക് സമയമില്ല, സമയമായി അതുകൊണ്ടാണ്.
എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. ഇനി ഇത് തിളയ്ക്കുന്ന നേരത്തിന് ഇതിനകത്ത് വേണ്ടുന്ന ബാക്കിയുള്ള സാധനങ്ങൾ അരിഞ്ഞു വെക്കാം. ഞാൻ പച്ചരി വെന്തോന്നും നോക്കട്ടെ. ഇച്ചിരി ഒന്നുകൂടെ ഒന്ന് തിളച്ചാൽ മതി. അതായി. ഓക്കെ, അപ്പോൾ ഇതും തിളക്കിയിട്ട് ആ നേരത്തിൽ ഇതിനകത്ത് ചേർക്കാനുള്ള സാധനം ചേർക്കാം. നമുക്ക് ഈ മിക്സി ഇവിടെ നിന്ന് മാറ്റിയാലോ, പിന്നെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിന്ന് മീനിന് ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടോ. ഞാൻ കുറച്ച് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ അങ്ങ് വെച്ചേക്കുന്നതാണ്. ആവശ്യത്തിന് കുറേശ്ശെ എടുക്കാമെന്ന് വിചാരിച്ച്. നോക്കിക്കേ, ഇത് കുറച്ച് വെള്ളത്തിലിടുമ്പോൾ ഇപ്പം ശരിയാവും. അപ്പം അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായി ഈ കവർ നിറയെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. മുരിങ്ങയ്ക്കായും കൂടെ ഇതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ച്. ഡിഫറെൻ്റ് ആയിക്കോട്ടെ. വെള്ളത്തിൽ 2 മിനിറ്റ് ഇടുമ്പോൾ ആ ഐസ് അങ്ങ് പോകും. അത്രയേ ഉള്ളൂ. അപ്പം ചോറായിട്ടുണ്ട്. ചോറ് ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അവനൊരു റൈസ് പോലെ ആക്കണം. എന്ത് റൈസ് ആക്കണമെന്ന് ഇനി തീരുമാനിച്ചിട്ടില്ല കേട്ടോ. നമുക്കിത് മീനിനകത്തോട്ടങ്ങ് ഇടാം. മാങ്ങ ഇച്ചിരി കൂടെ ഒന്ന് ചെറുതാക്കാം. വലിയ പീസായിരിക്കും. നിങ്ങളുടെ പുളിക്കനുസരിച്ച് വേണം മാങ്ങ ഇടാൻ കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ 3 പച്ചമുളക് എടുത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് തിളച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അന്നേരം അടുപ്പിലോട്ട് വെച്ചത്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വിട്ടിരുന്ന് വേവട്ടെ. അപ്പോൾ മീൻകറി ആയി കേട്ടോ. ഇനി അതൊന്ന് വെന്താൽ മതി. അപ്പോൾ അത് വിട്ടിരുന്ന് വേവട്ടെ. അത് ചോറായി, മീൻകറിയായി. ഇനിയിപ്പം ഇച്ചിരി ചമ്മന്തി അരയ്ക്കണം. ഇനിയിപ്പോൾ ആ ചമ്മന്തിയും കൂടെ ഇതുപോലെ മുറിച്ചങ്ങ് ചമ്മന്തി അരയ്ക്കാം. ഇനി തീരുമാനമുള്ള സമയമില്ല. ഞാൻ ചമ്മന്തി കുറച്ചേ അരയ്ക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഓരോരുത്തർക്കും ദോശയുടെ കൂടെ മീൻകറി മതി എന്ന് പറയും. ചിലപ്പം പറയില്ല ചമ്മന്തി വേണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് അരയ്ക്കുന്നുള്ളൂ ഇപ്പം തൽക്കാലം. അപ്പം ചമ്മന്തിക്ക് തേങ്ങ കണ്ടേ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊട്ടുകടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, എരിവിന് പച്ചമുളക്, ചെറിയൊരു കഷ്ണം പുളി, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇത് ഒരുപാട് വെള്ളം പോലെ അരയ്ക്കത്തില്ല, കുറച്ച് കട്ടിയായിട്ട് അരയ്ക്കണം കേട്ടോ. എന്നാലും കുറച്ച് വെള്ളം ചേർത്തോളൂ. ഇതല്ലേ, അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള ചട്നി റെഡിയായി, മീൻകറി റെഡിയായി. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടോ. ഇനി നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി, എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചോളൂ. അപ്പം അതൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. റെഡ് റൈസ് ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കിട്ട് കണ്ടില്ലേ. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഊറ്റിയിടാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ ചോറ് തിളയ്ക്കാൻ വേണ്ടി അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റി. ആ സ്റ്റൗവെല്ലാം ചെറുതാണ്, അതുകൊണ്ട് വേഗം ആവത്തില്ല. അതിന് വേണ്ടി അങ്ങോട്ട് നീക്കിയതാ കേട്ടോ. അതിപ്പോൾ അധികം തിളക്കട്ടെന്ന് വിചാരിച്ചു. ആ നേരത്തിന് എൻ്റെ മൂത്ത മകന് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ചുമ്മാതൊരു വെജിറ്റബിൾ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടൊരു റൈസ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇച്ചിരി ക്യാരറ്റും ബീൻസും എടുത്തേക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എന്നും എന്താ കൊടുത്തു വിടുന്നതെന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ ചെറിയൊരു സവാള. ഇനി ഇതൊന്ന് വേവണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം വെന്തോളും. എരിവിന് 2 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കും. അപ്പോൾ ആവിയിലങ്ങ് വേവും. അപ്പോൾ നമ്മളുടെ റെഡ് റൈസ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുക്കറാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷർ ഊരിയിട്ട് ഇതിങ്ങനെ അടയ്ക്കണം. അടച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ അങ്ങ് ചരിച്ച് വെച്ചാൽ മതി. അത് കറക്റ്റായിട്ട് വെള്ളം ഇതായി വീണോളും. അല്ലാത്ത കുക്കറാണെങ്കിലാണ് ഞാൻ ആ കിഴുത്തലുള്ള പാത്രത്തിനകത്ത് വെക്കുന്നത്. ഇതാകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം വെള്ളം വൃത്തിയായിട്ട് മുഴുവൻ ഡ്രൈ ആയിക്കോളും. ഓക്കെ, അപ്പം എല്ലാം ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവന് റൈസിനുള്ള വെജിറ്റബിൾ റെഡി ആവുന്നുണ്ട്. ചോറായി, ചമ്മന്തിയായി, മീൻകറി. ഇനി എന്നാ വേണം? ഇച്ചിരി മീൻകറി മാത്രമായിട്ട് അങ്ങനെ കൊടുത്തു വിടുന്നത്. കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് നമുക്കൊരു മെഴുക്കുവരട്ടി വെക്കാം.
ഓക്കെ, ഇത് സൈഡിലോട്ട് ഇരിക്കട്ടെ. എൻ്റെ സ്ലാബ് മൊത്തം പാത്രങ്ങളാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ അല്ല, കാരണം ഈ അർജൻറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ന്യൂസും കൂടെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പണി മുന്നോട്ട് നീങ്ങുന്നില്ല. ഇന്ന് ഇലക്ഷൻ കൗണ്ടിങ് അല്ലേ, ഇപ്പം ആര് ജയിച്ചാലും നല്ല ഭരണം വരണം, അത്രേ ഉള്ളൂ നമുക്കല്ലേ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ വെണ്ടയ്ക്ക കഴുകിയെടുത്തു. ഞാൻ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ ഇതുപോലെ 4ആയിട്ട് കീറിയിട്ട് നീളത്തിലാണ് അരിയുന്നത് കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. മെഴുക്കുവരട്ടിക്ക് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക് ഇതുപോലെ നീളത്തിലരിഞ്ഞു, ചെറിയൊരു സവാള എടുത്തു, 2-3 പച്ചമുളക് എടുത്തു. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. എന്നിട്ട് ലാസ്റ്റിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഞാൻ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഇത് ഫ്രൈ ആയിക്കോട്ടെ. ഇതിനകത്ത് ലാസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് ഫ്രൈ ആവട്ടെ. ആ നേരത്തിന് എല്ലാവർക്കും ഇപ്പോൾ ആ സമയമായി. ഞാൻ അപ്പോൾ ദോശ ഉണ്ടാക്കാൻ ദോശക്കല്ല് അടുപ്പ് വെച്ചു. ഞാൻ ദോശയ്ക്ക് എണ്ണ തൂക്കുന്നത് ഇങ്ങനെ സവാള മുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതില്ലേ, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റെഡി ചെയ്ത് കൊടുക്കാം. ദോശമാവിനകത്ത് ഞാൻ രാത്രി ഉപ്പിട്ട് വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കല്ല് ചൂടായിരുന്നു, അപ്പോൾ ദോശമാവ് ഒഴിച്ചാലോ. നന്നായിട്ട് പരത്താം. ഈ ദോശക്കല്ല് അച്ഛൻ എനിക്ക് കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് തന്നതാണ്. അതിൻ്റെ മുകളിലോട്ട് ഒരു തുള്ളി എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് നല്ലെണ്ണ വേണേൽ നല്ലെണ്ണ എടുക്കാം, നെയ്യ് വേണേൽ നെയ്യ് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. രാവിലെ എന്ന് പറയുന്നത് ഫുള്ള് തിരക്കാണെന്ന് പറഞ്ഞാൽ രാവിലെ ഫുള്ള് തിരക്കാണ്. എനിക്ക് എത്ര കൈ ഉണ്ടായാലും മതിയാവത്തില്ല, ആ ഒരവസ്ഥയാണ്. എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇന്ന് വീഡിയോ ഓൺ ചെയ്യുമ്പോൾ കുറേ കൂടെ ലേറ്റ് ആവും. ഞാൻ എൻ്റെ മൂത്ത മകൻ കൊണ്ടുപോകാൻ റൈസ് ഉണ്ടാക്കാൻ വെച്ച പച്ചക്കറി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. എരിവിന് കുരുമുളക് പൊടി. അത് കഴിഞ്ഞ് ഒരു ഡ്രോപ്പ് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ അളക്കുന്നൊന്നുമില്ല, അങ്ങനെ തട്ടിയിടും. എനിക്ക് കണക്കറിയാം, അതുകൊണ്ടാണ് അങ്ങനെ തട്ടിയിടുന്നത്. ഇനി സ്പൂണൊന്നും നോക്കാനോ നേരമില്ല. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് പോയ നേരത്തിന് ദോശ നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് വേവട്ടെ. എന്നിട്ട് ഈ റൈസിൻ്റെ മസാലയുടെ കൂടെ കുറച്ച് മല്ലിയിലയും അതിൻ്റെ കൂടെ ഒരു നുള്ളു പുതിനയില അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് മിക്സ് ചെയ്യും. എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം. ഇനി ഈ മസാലയും ഈ ചോറും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അടി പിടിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കാം. ഫ്രൈ ആയിപ്പോയി. ഇല്ല, അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, മീൻകറി ഉണ്ടാക്കിയായിരുന്നു, ചമ്മന്തി അരച്ച്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആവുന്നുണ്ട്, മൂത്താക്ക് കൊണ്ടുപോകാനുള്ള റൈസ് റെഡിയാവുന്നു, ദോശ ഇവിടെ റെഡിയാവുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ എൻ്റെ പണികൾ.
അപ്പോൾ ഞാൻ ഇനി ഇതിലെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വിടട്ടെ. അച്ചയ്ക്കുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അച്ചയ്ക്ക് ദോശയും ചമ്മന്തി മീൻകറിയും കൊണ്ട് എടുത്തു. ഓക്കെ, അപ്പോൾ അച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ചായ വെക്കാൻ മറന്നുപോയി. അപ്പം ചായ ഇൻഡക്ഷനോട് ചായ ആവട്ടെ. ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതുപോലെ നൈസായിട്ടുള്ള ദോശയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പൂസിന് ദോശയുടെ വലിയ താല്പര്യമില്ല. മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ അപ്പൂസിന് ദോശ കഴിക്കണമെങ്കിൽ നല്ല ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ അപ്പൂസ് ദോശ കഴിക്കും കേട്ടോ. വേറെ കറിയോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ചമ്മന്തിയൊക്കെ അരച്ചു തരും. കഴിച്ചോട്ടെന്ന് വിചാരിച്ചു. അച്ചയ്ക്ക് ചൂടോടെ ഒരു ദോശയും കൂടെ കൊടുത്തതാണ്. ഞാൻ ആദ്യം 2 ദോശയായിരുന്നു കൊടുത്തത്. അപ്പോൾ ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ മകൻ്റെ റൈസ് റെഡിയുണ്ട്. അതിപ്പോൾ പാൻ ടൈമായി. അപ്പോൾ ആദ്യം അവനങ്ങ് പാക്ക് ചെയ്യാം. ഞാൻ കറക്റ്റായിട്ട് അവന് കൊണ്ടുപോകാനുള്ളത് മാത്രം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അവൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ളത് കൂടെ കൊടുക്കട്ടെ. എൻ്റെ മൂത്ത മകന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അവൻ ലഞ്ച് ബോക്സൊക്കെ എടുത്തിട്ട് അവൻ ഓഫീസിൽ പോയി. അപ്പോൾ ഒരുവിധം എല്ലാം ഒതുങ്ങി കേട്ടോ. ഓരോരുത്തരെ വിട്ടു. വലിയ ആൾ പോയി. ഇനി ഞങ്ങളുടെ കാരണവർക്ക് ഞാൻ ചോറ് പാക്ക് ചെയ്യുക. എൻ്റെ കാരണവരുടെ ലഞ്ച് ബോക്സ് ഇത്രയാട്ടോ. ഇതിനകത്ത് എടുക്കുന്ന ചോറ് കണ്ടോ. ഇത് ഒരു നണി കൂടിപ്പോയത് അങ്ങനെ തിരിച്ചു വരും. അങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്. ആഹാരം കഴിപ്പൊക്കെ കണക്കാം. അത് കഴിഞ്ഞിട്ട് മീൻകറി ഇല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ട് വെച്ച മീൻകറി. അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഞാൻ വെപ്രാളം പിടിച്ചിട്ട് ഇച്ചിരി കുറച്ചരിഞ്ഞിട്ട് മെഴുക്കുവരട്ടി വെച്ച കേട്ടോ. കാരണം സമയം കിട്ടിയില്ല, അരിയാനുള്ള സമയം കിട്ടി. ഇപ്പോഴേ ലേറ്റായെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അരയ്ക്കുമോ. ഓക്കെ, ഇതിനകത്ത് ഇച്ചിരി മാങ്ങ അച്ചാറോട് വെച്ചോളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഞങ്ങൾക്ക് ഇത് തന്നെ കേട്ടോ. ഇനി ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നതൊന്നുമില്ല. രാവിലെ ഇവർക്ക് എന്താ പാക്ക് ചെയ്യുന്നത് അത് തന്നെ ഞങ്ങൾ കഴിക്കും. ഇന്ന് അപ്പൂസുണ്ട്. അപ്പൂസിന് ഇന്ന് ലീവാണ്. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ലീവ് കൊടുത്തു കേട്ടില്ല. അപ്പം ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു. ഇനി അവരെ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ അച്ഛൻ റെഡിയായി. അച്ഛൻ പനിറങ്ങി. അച്ഛൻ വണ്ടി എടുത്തിട്ട് പോയി. ഇനി ഗേറ്റ് അടച്ചിട്ട് മേളിലേക്ക് പോവാം. അങ്ങനെ രാവിലെ 2 പേരെ വിട്ടു. എന്തായാലും അപ്പൂസിനൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അപ്പൂസിന് പാക്ക് ചെയ്യേണ്ടി വന്നില്ല. ബാക്കി 2 പേരും പോയി. ഇന്നത്തെ രാവിലത്തെ എൻ്റെ ഈ തിരക്കും ഇതൊക്കെ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ചായ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചായ നല്ല ചൂടോടെ കുടിക്കണം. ചൂടോടെ കുടിക്കുകയും വേണം. അതുപോലെ തന്നെ എനിക്കിങ്ങനെ റിലാക്സ് ആയിട്ടിരുന്ന് കുടിക്കണം. അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നിന്നുകൊണ്ടൊന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവത്തില്ല. ഇതൊന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. എൻ്റെ അടുക്കള കിടക്കുന്ന കോലം കണ്ടില്ലേ, ഇനി ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. പിന്നെ മറ്റുള്ള പണികളെല്ലാം കിടക്കുക. ഓക്കെ, അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു റുട്ടീൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഴ്ചയിൽ ലഞ്ച് വരെ കഴിഞ്ഞു. ഇനി തൂക്കലും തുടക്കലും പാത്രം കഴുകലും പിന്നെ തുണി നനയ്ക്കലും അതൊക്കെയാണ് ഇനി അടുത്തുള്ള പണികൾ. തുണി വാഷിംഗ് മെഷീനകത്ത് ഇടണം. അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇനി അടുത്തതുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എന്തായാലും ഒരു ചായ കുടിക്കട്ടെ. എൻ്റെ കൂട്ടുകാരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞാൽ നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിച്ച് ഒന്ന് എനർജി ആക്കട്ടെ. ആക്ച്വലി രാവിലെ എണ്ണീറ്റാലുടൻ ചായ കാപ്പി അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ. ഞാൻ രാവിലെ എണ്ണീറ്റാൽ ആ ഒരു വലിയ കപ്പിന് 1 കപ്പ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ചായ കുടിക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് വിചാരിച്ച് ചായ ഒരുപാട് കുടിക്കേണ്ട, കുറേശ്ശെ കുടിച്ചാൽ മതി. എൻ്റെ രാവിലത്തെ ചായ ഇതാണ് കേട്ടോ. ഇനി കുറച്ച് ചായ കൊണ്ട് ഇരിപ്പുണ്ട്. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഞാൻ കുടിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇരുന്ന് ചായ കുടിക്കാം. അപ്പം ഞാൻ ഈ ചൂട് ചായ ഒന്ന് കുടിക്കട്ടെ. എനിക്ക് ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ആരും ശല്യപ്പെടുത്താതെ നല്ല ചൂടോടെ നല്ല പേഷ്യൻസ് ആയിട്ട് നല്ല എന്താ പറയുന്നത് അങ്ങനെ ഇരുന്ന് എനിക്ക് ചായ കുടിച്ചെങ്കിൽ എനിക്ക് ആ ചായ കുടിച്ചതിൻ്റെ ആ ഒരു ഫീല് വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ രാവിലെ ചായ ഒരുപക്ഷെ വെച്ചാൽ കൂടിയും അച്ചിക്ക് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ചായ അങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചൂടാക്കി കുടിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പം ഞാൻ ഈ ചായ ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇനി അപ്പൂസിന് ദോശ ഉണ്ടാക്കിയിട്ട് ഞാനും അപ്പൂസും കൂടെ ദോശ കഴിക്കണം.
ഓക്കെ, അപ്പൂസ് ഇനി സ്കേറ്റിങ്ങിന് പോയിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അയാൾ എന്തായാലും ഇതുവരെയായിട്ടും കഴിക്കാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അയാൾക്ക് കഴിക്കാൻ വിശപ്പാവുന്ന സമയത്ത് ചോദിക്കുമ്പോൾ അയാൾക്ക് ദോശ ഉണ്ടാക്കും. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും സമയമാവും. എന്തായാലും 10:30 മേലെയാവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പക്ഷേ ഇതിപ്പോൾ അത് ശീലം ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ടിപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒരു എനർജി ആയിക്കോളും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ അപ്പൂസിന് ദോശ വേണമെന്ന് പറയുന്നു. അപ്പം നമുക്ക് അപ്പൂസിന് ദോശ ഉണ്ടാക്കി കൊടുത്താലോ? അപ്പൂസിന് ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കണം. ഓക്കെ, കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. രാവിലെ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. രാവിലെ തുണി തലയിൽ കെട്ടിയതാ, എന്തായാലും മുടി ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിനി അപ്പൂസിന് അപ്പോൾ ചപ്പാത്തിയല്ല ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൂസിന് ഈ സോഫയിലിരുന്ന് കഴിച്ചെങ്കിലേ കഴിപ്പ് വരുത്തുള്ളൂ കേട്ടോ. അയാൾക്ക് ഈ ടി വിയും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം. അത് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. അവന് കഴിക്കാൻ നേരത്തെ അവൻ ടി വി ഓണായി അതിൻ്റെ സൗണ്ട് കേട്ടോണ്ടിരുന്നെങ്കിൽ അവന് കഴിപ്പ് വരുത്തുള്ളൂ. അവൻ 2 ദോശ മതിയെന്ന്. അവൻ ദോശ വലിയ താല്പര്യമില്ല, പിന്നെ കഴിക്കുന്നതേ ഉള്ളൂ. അപ്പം അപ്പൂസിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാനേ ഉള്ളൂ ബാക്കി. ഇനി എൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കാനിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇതുവരെയായിട്ട് എൻ്റെ കൂട്ടുകാർക്കൊരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊന്ന് വന്നൊരു ഹായ് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം. അത് ചെയ്യണം. ഇന്നിപ്പം രാവിലത്തെ ഒരു വീഡിയോ ചെയ്യലായതുകൊണ്ട് എല്ലാം കൊണ്ട് ലേറ്റായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് രാവിലെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പണികൾ തുടങ്ങിയെങ്കിലേ എനിക്കൊരു ആത്മവിശ്വാസമുള്ളൂ. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് സ്വസ്ഥമായി. അപ്പൂസും കഴിച്ചു. ഇനി ഞാൻ ഒരാളേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 2 ദോശ എടുത്തേക്കുന്നത് കേട്ടോ. എൻ്റെ ദോശ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പേപ്പർ പോലെ ഇരിക്കുന്ന ദോശയാണ്. ഞാൻ ഒരുപാട് കട്ടിക്ക് ദോശ ഉണ്ടാക്കത്തില്ല. കട്ടിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത്ര നൈസായിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാനാണെങ്കിൽ ഈ ദോശയുടെ കൂടെ ഇച്ചിരി ചമ്മന്തി കൂട്ടി കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ച് അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മീൻകറിയും കൂടെ എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെച്ചതല്ലേ, കൂട്ടുകാർ കണ്ടതല്ലേ. സൗണ്ട് കുറച്ച് നോക്കുമോനെ. രാവിലെ എൻ്റെ കൂട്ടുകാർ കണ്ടാലോ ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് രണ്ടിൻ്റെ ടേസ്റ്റ് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീൻകറിയും കൂടെ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് വെറും ചമ്മന്തിയും ദോശയും കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അതിലൂടെ ഉണ്ടല്ലോ നമ്മൾ എരിവോട് കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മധുരമുള്ള ചൂട് ചായ കുടിക്കും, വേറൊരു ലെവലാണ് അതിൻ്റെ ആ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ എപ്പോഴും ചായ എടുക്കും. കുറച്ചേ എടുക്കത്തുള്ളൂ, ഒരുപാടൊന്നും എടുക്കത്തില്ല. കാരണം രാവിലെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അധികം ചായ എടുക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ്. ഓക്കെ, ചമ്മന്തിയുടെ കൂടെ ദോശ സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇനി അപ്പോൾ മീൻകറി എങ്ങനെ ഉണ്ടെന്ന് പറയാം. കാരണം മീൻകറിയുടെ കൂടെ ഞാനിന്ന് മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ടിപ്പം ഒരു വെറൈറ്റി ആക്കിയതാണ്. ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് ആ മുരിങ്ങയ്ക്കയിൽ പിടിച്ചപ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. അത് കഴിക്കുമ്പോൾ തന്നെ അത് ഫീൽ ആവുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി എപ്പോഴും അയില മീൻ്റെ കൂടെ മുരിങ്ങയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെ ഒക്കെ ഇട്ട് വെച്ചപ്പോഴത്തേന് ഒരു പ്രത്യേക ടേസ്റ്റ്. അതുതന്നെ മീനായാലും നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ദോശയുടെ കൂടെ കഴിച്ചില്ലെന്ന് പറയണ്ട. ദോശയ്ക്ക് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല കോമ്പിനേഷൻ. അപ്പം ഇന്ന് രാവിലത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ കൂട്ടുകാരുടെയും ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യണം. നമ്മളപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.